അപ്പോൾ വെൽക്കം ബാക്ക് അഗെയിൻ ഹാർഡ് കോർ. ഇന്നത്തെ പരിപാടി എന്താണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. നമ്മളിന്നൊരു ബ്രീഡർ സെറ്റാക്കാൻ പോണ്, വില്ലേജർ. അപ്പോൾ വില്ലേജർ ബ്രീഡർ സെറ്റാക്കാൻ വേണ്ടി ഇന്നലെ ഗെയിമിൽ നിന്ന് ഇറങ്ങിയ പോലെ തന്നെ എപ്പോഴും ഞാൻ ഗ്രൈൻഡ് ചെയ്തിട്ടില്ല, ഗെയിമിൽ കയറിയിട്ടുമില്ല. നമുക്കുള്ളത് വെച്ച് വേണമെങ്കിൽ പകുതി പണി ഇപ്പം തീർക്കാൻ പറ്റുമോ. ഈ മഴ നിൽക്കുകയാണെങ്കിൽ സന്തോഷമായിരുന്നു. ഓക്കെ, പിന്നെ സൗണ്ട് ജസ്റ്റ് ഒന്ന് കുറച്ചിക്കണ്. ഇത് ഓവറാണോന്ന് അറിയില്ല, ഞാൻ നോക്കട്ടെ. ഫുൾ സൗണ്ടിലിടുമ്പോൾ ഈ ചെസ്റ്റൊക്കെ തുറക്കുമ്പോൾ ഒരു അലമ്പാണ്. അതാണ് ഇവിടെ ഫുള്ള് നമുക്ക് ഹണി കിട്ടാണ്ട്, ഹണി ബീകളുണ്ട്. അപ്പോൾ നമുക്ക് മേലെ സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇന്നത്തെ പരിപാടി നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. അപ്പോൾ ഒരു സെൻറ്റർ ഇവിടെ കണ്ടുപിടിക്കണം. കിട്ടുമല്ലോ. നമുക്ക് ഈ ഒരു ബ്ലോക്ക് എടുത്തിട്ട് ഇങ്ങോട്ട് എടുക്കുന്നതല്ലേ നല്ലത്. അതെ, അപ്പം അങ്ങനെയാണെങ്കിൽ 1 2 3 4 1 2 4 5 ഇവിടെ ഒരു കുയ്യ് വെട്ടിക്കഴിഞ്ഞാൽ 1 2 3 4 സെറ്റാണല്ലോ. സെറ്റാണ്. നമുക്ക് അങ്ങോട്ട് നീക്കണോ നോക്കാം. നമുക്ക് ടൂൾസ് ഉണ്ടാക്കിക്കൊണ്ടുവരാം. ഹോ വേണം, ഒരു വാട്ടർ വേണം. നമുക്ക് അതിനുള്ള പരിപാടിയൊക്കെ ഇന്നലെ കൊടുന്ന അയണേ നമുക്ക് ഫുൾ ആർമർ ഉണ്ടാക്കാം. ഒരു ബക്കറ്റ് ഉണ്ടാക്കണം ഫസ്റ്റ്, എന്നിട്ട് ബാക്കി സാധനം കൊണ്ട് നമുക്ക് ഇതാക്കാം. ഫസ്റ്റ് ഹെൽമെറ്റ്, ചെസ്റ്റ് പ്ലേറ്റ്, ലെഗിൻസിൽ ഷൂസ്. അപ്പോൾ നമ്മുടെ ആർമർ ഫുൾ സെറ്റാക്കിട്ടോ. അപ്പോൾ നമ്മൾ ഫുൾ അയൺ ആർമറിലോട്ട് മാറിയിട്ടുണ്ട്. ഇനി അയൺ ടൂൾസിലോട്ട് മാറണം, അത് പിന്നെ ചെയ്യാം. ഇനി നമ്മളെ കയ്യിൽ 11 അയൺ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു ബക്കറ്റ് ഉണ്ടാക്കാം. ബക്കറ്റ് ഉണ്ടാക്കാൻ ഇങ്ങനെ വെച്ചാൽ പോരെ. അതെ, അപ്പോൾ ഒരു ബക്കറ്റും ഉണ്ടാക്കി. ഇനി നടുവിൽ വെള്ളം ഒഴിച്ചാൽ പിന്നെ ഒരു ഹോ വേണം ഫുള്ള് മറ്റേ ഡിലീറ്റ് ചെയ്യാൻ. അപ്പോൾ ഹോ എടുത്ത് പെട്ടിയിലുണ്ടെന്നാണ് എൻ്റെ ഒരു ഓക്കെ. ഇനി 2 ഇത് വേണം, കമ്പോസ്റ്റർ. ആ സാധനം അവിടെ മേലെ ഉണ്ട് തോന്നുന്നുണ്ട്. ജസ്റ്റ് സൗണ്ട് ഒന്ന് കൂട്ടി വെക്കാം നമുക്ക്. ഈ സൗണ്ട് കറക്റ്റ് ആയിക്കരം. അതാണ് ഇങ്ങോട്ട് 1 2 3 4 5 ഇങ്ങോട്ട് ഒന്നും കൂടി നീട്ടിയാലോ. ഈ കുജി നമുക്ക് ജസ്റ്റ് ഇങ്ങോട്ട് നീട്ടൊന്ന്. ഓക്കെ, ഇവിടെ വെള്ളം ഒഴിച്ചാൽ നമ്മുടെ ഹോ എടുത്തിട്ട് എല്ലായിടത്തേക്കും ഇതാക്കി കൊടുക്കും. 1 2 3 4 ഇതിനെ ഫുള്ള് ഒന്ന് ടിൽറ്റ് ചെയ്യുക. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാട്ടോ അത്. വീഡിയോ ഞാൻ അധികം ലെങ്ത് ആക്കണില്ല. 1 2 3 4 ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ സെറ്റായി. നമുക്ക് 187 സബ്സ്ക്രൈബ് ആയിക്കണ്. കുറച്ചും കൂടി സബ്സ്ക്രൈബ് മതി, 200 ആവും. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് നോക്കാം. ഇപ്പം തന്നെ മതി. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഗ്ലാസ് എടുത്തോണ്ടിരാം. ഗ്ലാസ് പിന്നെ ഞാൻ നേരത്തെ കുറച്ച് ഗ്രൈൻഡ് ചെയ്ത് വെച്ചു, അത് തികയും തോന്നുന്നുണ്ട്. അവിടെ ഗ്ലാസ് ചിലപ്പോൾ തികയാൻ ചാൻസ് ഇല്ല. നമുക്ക് ചുറ്റോറ ഈ ബ്ലോക്ക് വെച്ച് ഡിസൈൻ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്ക് ഡിസൈന് പണിയാം, വെറുതെ എന്തിനാ പിന്നെ 2ാം പണി. ഈ ഡിസൈന് പണിയണതൊക്കെ ഓക്കെ, പക്ഷെ ബ്ലോക്ക് ഞാൻ ഗ്രൈൻഡ് ചെയ്യാത്തതാണ് വിഷയം. അല്ലെങ്കിൽ ഞാൻ ഗ്രൈൻഡ് ചെയ്തിട്ട് പണിയണേ. ഇതിപ്പോൾ ഇല്ല ബ്ലോക്ക് വെച്ച് നമ്മൾ തട്ടിക്കൂട്ടാൻ പോകണം. പിന്നെ നമുക്കിവിടെ നല്ലൊരു കൊട്ടാരം പണിയണം. അതൊക്കെ ആക്കം പോലെ പണിയാം നമുക്ക്. അപ്പം അത്ര തന്നെ. ഇനി നമുക്ക് ഈ ഒരു കല്ല് ഇതിൻ്റെ ഉള്ളിൽ കൂടി വെച്ചുകൊടുക്കാം. കോബിൾ സ്റ്റോൺ വെച്ചെടുക്കാം. അതാണ് ഞാൻ കീബോർഡ് കളിച്ചപ്പോൾ മൊബൈലിൽ കളിച്ച ഭയങ്കര ഗതികേട്. സ്ക്രീൻ നീക്കാൻ ഒന്നൊരു ഫാസ്റ്റ് കിട്ടണില്ല.
ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഫുള്ള് സെറ്റാക്കി. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഗ്ലാസ് വെക്കണം. ഗ്ലാസ് വെക്കണമെങ്കിൽ നമുക്ക് സൈഡിൽ 2 ബ്ലോക്ക് ഇതുകൊണ്ട് തന്നെ സെറ്റാക്കാം. അത് മതി. പിന്നെ നമുക്ക് പിന്നെ നേരാക്കാം. ഓ ഷിറ്റ് മണ്ടത്തരങ്ങൾ പറ്റുന്നു എനിക്ക്, അപ്പോൾ അതും ശ്രദ്ധിക്കണം. നമ്മളെ ഗ്ലാസ് എടുത്ത് ചുറ്റോറം വെക്കാം. നമുക്ക് ആ ഒരു ഭാഗത്ത് എൻട്രൻസ് കൊടുക്കാം കേട്ടോ. ഈ ഭാഗത്തേക്ക് നമുക്ക് ഗ്ലാസ് വെച്ച് അടച്ചും കൂടാം. 2 ഹൈറ്റ് മതി. വല്ല സോംബി കയറിനാണിത്. ഓക്കെ, ഇനി ഈ ഒരു ഭാഗം കൂടി. ഈ ഗ്ലാസ് തികയും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞാൽ പിന്നെ എങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അപ്പോൾ ഇവിടെ തികഞ്ഞു. ഇനി ഇതൊന്ന് അടച്ചു മൂടിയാൽ പോരെ. ഒരു 2 വരി ഗ്യാപ്പ് വേണമെങ്കിൽ ഒരു 3-4 എണ്ണം ഇവിടെ അത് മതി. നമ്മളെ വില്ലേജസ് തന്നെക്ക് കയറ്റാനുള്ളതാണ്. 2 ക്ലാസ് കഴിഞ്ഞു. ഇത് മതി. ഈ ഇതിൽ കൂടി നമ്മളെ വില്ലേജസിനെ കയറ്റണം. ഇനി അവന്മാരെ ട്രാപ്പ് ചെയ്യേണ്ട പരിപാടിയൊക്കെ. അവന്മാരെ കൊണ്ടുവരൽ കുറച്ച് തലവേദനയുള്ള പണിയാണ്. ബാക്കിയുള്ള അയണും ഇതൊക്കെ നമുക്ക് പെട്ടിയിലിട്ടേക്കാം. ബോട്ട് വേണം കേട്ടോ. ഇനി ബോട്ട് പൈതവേ എൻ്റെ പെട്ടിയിൽ ഉണ്ടോ നോക്കട്ടെ. ഇല്ല. ഈ 2 പെട്ടി നോക്കിയിട്ട് കാര്യമില്ല. വുഡിൻ്റെയും ഫുഡിൻ്റെയും പെട്ടിയാണ്. ഇപ്പോൾ ബോട്ട് ഉണ്ടാക്കാം നമുക്ക്. സ്റ്റിക്ക് ഇതിലെടുക്കാം. മെയിനിൽ പോകണം. ഞാൻ മറ്റേ ടൂൾസിൻ്റെ ഇതിലൊക്കെ കയറിക്കണം. ഒരു ബോട്ട് മതിയാവുമല്ലോ, അല്ലെങ്കിൽ 2 എണ്ണം ഉണ്ടാക്കേണ്ടി വരും. എന്തായാലും തലവേദന തന്നെയാണ്. ഇത് വെച്ച് നമുക്ക് വലിച്ചു കൊണ്ടുവരാം. അതേക്കരം എളുപ്പം. വാട്ടർ ബക്കറ്റിൽ കുറച്ച് വെള്ളം നിറക്കാം. വല്ല അമ്പം ഉണ്ടെങ്കിൽ കുന്നോ കയറണമെങ്കിൽ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഫുഡ് കഴിക്കാം. ഇവന്മാരെ ട്രാപ്പ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇവന്മാർ ഈ പണിയെടുക്കുമോ കൃഷിൻ്റെ? അതറിയില്ലല്ലോ. നമുക്ക് ഇവന്മാരെ കൊണ്ടുവന്ന് ഇട്ടോക്കാം. ഇവന്മാർക്ക് ഓൾറെഡി ഒരു പണി ഉണ്ട്. ഓക്കെ, ഇവന്മാരെ പണി പൊട്ടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ഒന്നായിട്ട് കൊണ്ടുപോകാനും പറ്റില്ല. ബാബാ നമ്മുടെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ പോരെ. ബാബാ ഞാൻ വെള്ളം എടുക്കട്ടെ. വാടാ മുത്തേ വാ, പോരട്ടെ. അങ്ങനെ ഒരാളെ സെറ്റാക്കി. പക്ഷെ ഇവന് വേറെ ഏതൊരു വർക്കാണ്. ഇവൻ നമുക്കൊരു ചാടിക്കയറുമ്പോൾ നോക്കിയിട്ട് വേണം. നൈറ്റ് ആകുമ്പോഴും നോക്കിയിട്ട് വേണം. ഇപ്പം നമ്മൾ ലീഡ് ഇതാ ഒരു ബോട്ട് കൂടി ഉണ്ടാക്കണടാ. ബോട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ രക്ഷപ്പെടും. ഒന്നുകൂടി ഉണ്ടാക്കാം. നമ്മളെ കയ്യിൽ വുഡ് ഉണ്ടല്ലോ. ഓക്കെ, ഒരു ഷവൽ, ഒരു ബോട്ട്. മേലെക്കൂടി ഇതൊരുത്തം പോണു. ഓനെ തന്നെ നമുക്ക് ട്രാപ്പ് ചെയ്യാം. പക്ഷെ ഓൻ വേറെ വില്ലേജറാണ്. അതൊരു വിഷയം ഉണ്ടാവില്ല. ഏത് വില്ലേജർ? കൃഷിക്കാരന് ഇത് അതിൽ പോകണം. നമുക്ക് ഇവനെയാണ് വേണ്ടത്. ഇവിടെ കിറുമനെ കുറച്ചേരം വേണമെങ്കിൽ നമുക്ക് തള്ളിപ്പോവാം. എന്നാലും ഭയങ്കര സ്ലോയാ തോന്നുന്നുണ്ടല്ലേ. മറ്റേ വലിച്ചുകൊണ്ട് പോകണ ഒന്നുകൂടി എളുപ്പം തോന്നുന്നുണ്ട്. ഇതിലെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പണി കിട്ടുമല്ലോ. ഗ്ലാസ് പൊട്ടിച്ചേണ്ടി വരും. പോട്ടെ, 2 ഗ്ലാസ് അല്ലേ. ഇവന്മാരതിൻ്റെ 2 അല്ല 4 ഗ്ലാസ് നമ്മുടെ പൊട്ടിച്ചണം. അമ്പാനെ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കുമ്പോൾ. ബാ അങ്ങനെ നമ്മുടെ ഫാമിലോട്ട് വേണ്ട 2 വില്ലേജർമാരെ ഒപ്പിച്ചു. ഇനി നമുക്ക് മൂടിയാൽ മതി. അപ്പോൾ അതിൻ്റെ ഗ്ലാസ് എടുത്തോണ്ടിരട്ടെ.
ബെഡ് വേണം. ഇനി നമുക്ക് 3 ബെഡ് വേണം. കരുമ, നിങ്ങൾക്ക് എൻ്റെ സംസാരം ഒന്നും ഇഷ്ടപ്പെടുന്നില്ലേ? ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക. ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്നാൽ സംസാരിക്കാതെ കളിച്ച അതിൻ്റെ സെൻറ്റർ ഏതാ? മുത്തേ ഒന്ന് മാറിക്കും മുത്തേ, നമുക്ക് സെൻറ്റർ കിട്ടണ്ടേ. ഇവന്മാരതാണ്. നൈറ്റായി. ഓക്കെ, ഞാൻ ഇവിടെ ഗ്ലാസ് വെക്കേണ്ട ആവശ്യം ഉണ്ടായില്ല. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ ഫുള്ള് ക്യാരറ്റ് നട്ട് കൊടുക്കുക. ഇവിടെ കിട്ടാവുന്ന ഫുഡ് ഇതാണ്. വീറ്റ് വെച്ചാലും മറ്റേ വർക്കാവും. ക്യാരറ്റ് മറ്റേ ബ്രെഡ് വെച്ചാൽ വർക്കാവില്ല. ഇത് പൊട്ടാറ്റോ. നമുക്ക് ക്യാരറ്റ് ഫുൾ എടുത്തുകൊണ്ട് പോയി നട്ട് കൊടുത്തിട്ട് അമ്മമാരെ ഇൻവെൻട്രി ഫുള്ളാക്കണം തോന്നുന്നുണ്ട്. അതിന് മുന്നേ നമുക്ക് വർക്ക് കൊടുക്കണമല്ലോ. ഇവന്മാർ ഇതെടുത്തിട്ടോ, വർക്ക് എടുത്തു. ചിലപ്പോൾ അവന്മാർ ഡീസ്പോണായി പോവും, അതൊന്ന് ശ്രദ്ധിക്കണം. അവിടെ ക്യാരറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇത്ര തന്നെ. ആൾറെഡി 11 മിനിറ്റ് ആയി റെക്കോർഡ് ചെയ്ത്. നമുക്ക് അധികം ലെങ്ത് ആക്കാനും ഞാൻ കരുതുന്നില്ല. നമുക്ക് നാളെ എടുത്താൽ പോരെ ഇതിൻ്റെ ബാക്കി പണി. ഞാൻ നോക്കട്ടെ, എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇന്ന് കുറച്ചുകൂടി ചെയ്യാം. മെയിനായിട്ടുള്ള പണി നമുക്ക് നാളെ എടുക്കാം. ഓൾറെഡി 10 മണിയായി കേട്ടോ. ഇത് എഡിറ്റ് ചെയ്യാനല്ല, പക്ഷേ ഇതിൻ്റെ തംബ്നെയിൽ ഞാൻ ഉണ്ടാക്കണം. തംബ്നെയിൽ ഉണ്ടാക്കാൻ എനിക്ക് 1 മണിക്കൂറോളം പിടിച്ചു. അതാണ് ഞാൻ ഈ ഒരു കാര്യമായിട്ട് തംബ്നെയിൽ ഉണ്ടാക്കാനാണ് സമയം പിടിച്ചത്. വീഡിയോ എഡിറ്റ് ചെയ്യണമൊന്നുമില്ല, അത് നേരെ തന്നെ. എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ അടിപൊളി ഏക്കരം, പക്ഷെ എഡിറ്റ് ചെയ്യാൻ സ്റ്റോറേജ് ഒന്നും ഇല്ലടാ. ഇതെടുക്കുമ്പോൾ തന്നെ 3-4 GB ആവും. പിന്നെ എൻ്റെ ഫോണിൽ ആകെ 2 GB റാമുള്ളൂ. അതിൽ 16 ഈ 3-4 GB എടുക്കുമ്പോൾ തന്നെ എൻ്റെ ഫോണിൽ നിന്ന് ഇറങ്ങി. പിന്നെ അത് എഡിറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ 6 GB 8 GB ഒക്കെ ആവും. ഈ 4 GB വീഡിയോ ഒന്ന് എക്സ്പോർട്ട് ചെയ്യാം. ഇന്നിപ്പോൾ എത്ര മതി? എന്തോന്ന് ചെയ്യാഞ്ഞി. നമുക്ക് ഇതിൻ്റെ ട്രാപ്പിംഗ് റൂമും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കാം. ട്രാപ്പിംഗ് റൂം അല്ല, അതിൻ്റെ വർക്ക് സ്റ്റേഷൻ കൊണ്ടുവന്ന് ഇവന്മാർക്ക് കൊടുക്കാം. ഒരു വർക്ക് സ്റ്റേഷത്തിൻ്റെ മേലുണ്ടാവും, അത് പൊട്ടിച്ചെടുക്കാം. ഒരെണ്ണം റെഡി. ഒരെണ്ണം അത് അപ്പുറത്തുണ്ട്, അടുത്തുണ്ടോ. വെറുതെ നമ്മളെ ഇത് അവിടെ പണിക്കാരനുണ്ടല്ലേ. ഇതവിടെ 2 ഉണ്ട്. ഇവനക്ക് 2 ആവശ്യമില്ല കാര്യം പറഞ്ഞാൽ. ഇവനൊന്ന് വെച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തോളൂ. ഓക്കെ, നമുക്ക് റൈഡ് ഫാം സെറ്റാക്കാം കേട്ടോ. ടോട്ടല്ലാതെ പരിപാടി നടക്കൂല. എപ്പോഴും ചാവ് പറയാൻ പറ്റില്ല. ഓക്കെ, നമ്മുടെ ഇത് റെഡി. ഇനി വില്ലേജസിനെ നീക്കി അവിടെ അമ്മമാർ നീങ്ങണില്ലല്ലോ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇവിടെ ഒരു ക്ലിക്ക്, ഇവിടെ ഒരു ക്ലിക്ക്, ഇത്ര തന്നെ. നമുക്ക് ടോർച്ച് വെച്ചെടുത്താൽ മതി. നമ്മളെ പരിപാടി ഓക്കെ ആയിക്കണം. പക്ഷേ ഇനി അടുത്തെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുമൊരു ഇത് വെച്ചെടുക്കണം. ട്രാപ്പ് ഡോർ വെച്ചെടുത്തിട്ടില്ലെങ്കിൽ എന്താ സംഗതി വെച്ച് കഴിഞ്ഞാൽ അമ്മമാർ എസ്കേപ്പ് ആവും. ട്രാപ്പ് ഡോർ വെച്ച് അടച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അത് ഞാൻ ഗ്രൈൻഡ് ചെയ്തിട്ടേ, നമുക്ക് നാളെ ഫുള്ള് സാധനം ഗ്രൈൻഡ് ചെയ്തിട്ട് ഇതിൻ്റെ എല്ലാ ഐറ്റംസും റെഡിയാക്കുക. എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് പണി കഴിഞ്ഞ്. ഇനിയിപ്പോൾ എന്തൊക്കെ പണി ഉണ്ട് അറിയാം. നമ്മൾ ട്രാപ്പ് ഡോർ സെറ്റാക്കണം, പിന്നെ ഇത് ഫുള്ള് കുഴിച്ചണം, അതിൻ്റെ ഉള്ളിലൊരു ഹാൾ സെറ്റാക്കണം, പിന്നെ അമ്മമാരെ വാട്ടർ ഒഴിച്ചാണ്ട് അവിടെ കൊടുന്ന് ലോക്ക് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്.
നമുക്ക് എൻട്രൻസ് ആവാത്തക്കാക്കാം. അതിൽ ചാടി ഇവിടെ വില്ലേജർ വരുമ്പം ഇതിൻ്റെ അടിയിൽ കൂടി നമുക്ക് സെറ്റാക്കാം. അതിൻ്റെ അടിയിൽ നമുക്ക് നമ്മുടെ ട്രേഡിങ് ഹാളൊക്കെ സെറ്റാക്കാം. എന്നാലും ഇത് പൂട്ടി വെച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇവന്മാരെ ഇനി ട്രാപ്പ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ തന്നെ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യാനാണ്. ഞാൻ മറ്റേ ചങ്ക് ബേസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ സീഡിൽ എന്തൊക്കെ ഉണ്ട് നോക്കി. ഏതായാലും നമ്മളെ റണ്ണർ ഡിസ്റ്റർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചങ്ക് ബേസ് ഒന്ന് ഉപയോഗിച്ച് നോക്കിയപ്പോൾ ഈ വില്ലേജ് ഉണ്ടോ, ഈ ഒരു വില്ലേജ് ചങ്ക് ബേസിൽ കാണിച്ചത് ഒരു സോംബി വില്ലേജ് ആയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ മനസ്സിലായില്ല. സോംബി വില്ലേജിൻ്റെ ഫോട്ടോ ആണ് നമ്മുടെ ഈ വില്ലേജിൻ്റെ ഇത് തന്നെ ലൊക്കേഷനിൽ. പിന്നെ ഇതിൻ്റെ കുറച്ച് അപ്പുറത്ത് വേറൊരു വില്ലേജും കാട്ടി തന്നെയുണ്ട്. പിന്നെ റൂയിൻ്റെ പോർട്ടലും കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് ഇതാക്കിക്കോണം. അങ്ങോട്ടൊന്ന് പോയേക്കാം നാളെ. പോർട്ടൽ ഡയമണ്ട് ആർമർ സെറ്റാക്കിയിട്ട് പോകണോ നെതർക്ക്. അതൊക്കെ പതിയെ സെറ്റാക്കാം. എന്നാലും ഇന്നത്തെ വീഡിയോ അടിപൊളി. ഞാൻ ഗ്രൈൻഡ് ചെയ്തിട്ട് ഇതിൻ്റെ എല്ലാ ഐറ്റംസും റെഡി ആക്കിയിട്ട് വീഡിയോൻ്റെ തുടക്കം തന്നെ നമുക്ക് ഇത് പണിയാം നാളത്തെ കേട്ടോ. പറ്റാ, ബൈ ബൈ.